പ്രണയമഴയുടെ നൂലിനറ്റം വട്ടമായി ഞാൻ പാറിപ്പാറി കണ്ടതില്ല നിന്നെയല്ലാതൊന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമീ പ്രപഞ്ചത്തിൽ ഓമലാളെ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയാൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത്. എന്തു ചെയ്യുന്നു? കൊച്ചാട്ടൻ കണ്ടില്ലേ ഇളക്കുന്നു ഈ ചൂടുവെള്ളം. എൻ്റെ കൊച്ചാട്ടൻ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കുക അപ്പോൾ ഇളക്കിയതിൻ്റെ ഗുണം അറിയാം. എനിക്കിട്ട് നീ ഇളക്കല്ലേ, ശിവരാമകൃഷ്ണനുള്ള പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. എൻ്റെ ശിവരാമകൃഷ്ണപിള്ള അങ്ങുന്നേ ചോറ് വെന്ത് കോരിയോ? കോരി. സാമ്പാർ തിളച്ചോ? തിളച്ചു. പപ്പടം കാച്ചോണ്ട് വെളിച്ചെണ്ണ തിളയ്ക്കുന്നത് അതും തിളച്ചു. അവയിലുള്ള തേങ്ങ എന്തിയാടാ? 14 തേങ്ങ കൊടുത്ത ഇലക്കകത്തുള്ളത് ബാക്കിയുള്ളൂ. ബാക്കി രണ്ടും തണ്ട മിക്സിമാർക്ക് നടക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് വിശക്കത്തില്ലേ? ഇന്നലെ രാത്രി 150 പേർക്കുള്ള അടപ്രദമുള്ള അടയും അതിന്റെ ശർക്കരയും ഈ ഒറ്റ മിക്സിമാർക്കിലൂടെ തീർന്നു. നടക്കട്ടെ. കൊച്ചാട്ടൻ കുറിപ്പടി കൊടുക്കുമ്പോൾ ആൾക്കാർ കൂടുതലായി പോയി എന്ന് പറയാറില്ലേ? ശരിയാടാ. എന്താ കാരണം? എന്താ? ഇതോ ഈ ഇരിക്കുന്ന 2 എണ്ണോ. ഒരു കാര്യം ചെയ്യ്, എന്തായാലും 25 തേങ്ങ കൂടെ പറയണം. അതെന്തിനാ? മിക്സിമാർക്ക് നടക്കണ്ടേ? പണി ഏകദേശം ഒതുങ്ങിയ സ്ഥിതിക്ക് ഞാനങ്ങോട്ട് തിരിച്ച് 2 എണ്ണം അടിച്ചാലോ? പോലെ വിളമ്പ് തുടങ്ങിയതിന് ശേഷം പോയാൽ മതി. അല്ല, ഇവിടെ വിളമ്പ് തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ വിളമ്പ് തീരും കൊച്ചടാ. എന്തായാലും പോയി ബുക്ക് എങ്കിലും ചെയ്ത് നോക്കട്ടെ. തീർച്ചയായും കേട്ടോ, ഒരെണ്ണം അടിച്ചിട്ട് വേണം. ഞാൻ ആ കാലം കാണാതെ വന്ന് അടിച്ചോളാം. എന്താ പറഞ്ഞ കാലനോ? അല്ലടാ, ഓലൻ കഴിഞ്ഞോ? തൊലിനെ കൊണ്ട് വലിയ ശല്യമാണ്. അതെ, ഞങ്ങൾ ചെറുക്കൻ കൂട്ടി ആലപ്പുഴയിൽ നിന്ന് വന്നാ. ഇവിടെ മൂത്രം ഒഴിക്കുന്നത് എങ്ങനെ? ഞാനൊക്കെ ഇങ്ങനെ ഒറ്റ നിപ്പാ. അതല്ലെന്നാ ചിലരിക്കും. അല്ല, ഈ മൂത്രപ്പര എവിടെ? മൂത്രപ്പര ബാഗിലത്. മൂത്രപ്പരയുടെ ബാഗിൽ പോയി ഒഴിക്കണം. അതെന്താ പറ്റി? മൂത്രപ്പരയ്ക്ക് അകത്ത് പറ്റത്തില്ലേ? മൂത്രപ്പര വൃത്തികേടാവെന്ന് പറഞ്ഞ് സെക്രട്ടറി ബൂട്ടി താക്കോലോട്ട് പോയേക്കല്ലേ. ആലപ്പുഴ എവിടെ? ആലപ്പുഴ പുഞ്ചക്കരിയില് പോസ്റ്റ് ഓഫീസിനടുത്ത്. പോസ്റ്റ് ഓഫീസ്. എന്റെ പൊന്നു സുഹൃത്തെ, മൂത്രം ഒഴിക്കാൻ മുട്ടി വരുമോ? ഞാനൊന്ന് പോയിക്കോട്ടെ. ഹലോ, എടുത്തിട്ട് വന്ന് സ്ഥലം പറഞ്ഞിട്ട് പോകണം കേട്ടോ. ആ എവിടെ പോണ്? കെട്ട് കഴിഞ്ഞാ വാ, സദ്യ ഉണ്ണാം. എടാ, നിന്റെ താലികെട്ടാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ പിന്നെയും ചടങ്ങുണ്ട്. താലികെട്ട് കഴിഞ്ഞ ഉടനെ സദ്യക്ക് ഇരുന്ന് പഠിച്ചു പോയി. എടാ കണ്ടോ, നിന്റെ കൂടെ വന്ന ബന്ധുക്കളാണ്. അമ്മ ഒരു ബസ്സിൽ ഇറങ്ങി മണ്ഡപത്തിൽ പോകാതെ നേരെ സദ്യാലയത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഇനി അവിടെ നിന്ന് കയറി ഞങ്ങളെയും കൊന്ന് തിന്നിട്ട് പോകും തോന്നുന്നു. അവരുടെ കൂടെ കാണാൻ നിന്നാ മതിയായിരുന്നു, വെറുതെ. എടാ, അപ്പൊ ആര് താലി കെട്ടും? കല്യാണ പെണ്ണ് വിഷമിച്ചിരുന്നു. താലി കെട്ടിയ ദിവസം തന്നെ കൊച്ചിനെ കരയിക്കണമായിരുന്നു. മോള് വിഷമിക്കണ്ട കേട്ടോ. അതല്ല, ചോറുണ്ണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല. വിളിച്ചോണ്ട് പോടാ, വിളിച്ചോണ്ട് പോ. എടാ, അങ്ങോട്ട് ചാപ്പാടിന്റെ അടുത്തോട്ടല്ല, മണ്ഡപത്തിൽ പോടാ. ഇനി താലി കെട്ടുന്നിടത്ത് അണ്ണെ കണ്ടില്ലല്ലോ, എവിടെ ആയിരുന്നു? ഞാൻ അങ്ങോട്ടൊന്നും വന്നില്ല. അങ്ങനെ കരുതില്ലേ? എടി, ഇതുപോലെ ഒറ്റത്തടിയായിട്ട് നടക്കുന്നവർക്ക് ആരുടെയും താലി കെട്ട് കാണുമ്പോൾ ശങ്കൊന്നും പടക്കും. അങ്ങനൊന്നുമില്ല. അത് അണ്ണൻ എന്താണ് ഒറ്റത്തടിയായിട്ട് നടക്കുന്നത്? കെട്ടുന്നില്ലയോ? നടന്നില്ല, അങ്ങനൊന്നും നടന്നിരുന്നല്ല. അന്നല്ല കിടുക്കാച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയമുണ്ടോ? ഒരാളെ ജീവിതത്തിലേക്ക് വന്ന് സ്നേഹം വാരി നിറച്ച് തന്നിട്ട് ഒരു ദിവസം പോയി. നിലാവ് വന്നു പോയ പോലെ. എന്താ പോയെന്താണ്? എടാ, നമ്മൾ സ്വന്തം എന്ന് കരുതി ഹൃദയത്തിൽ നിറച്ചൊരാൾ അയാളുടെ ഹൃദയത്തിൽ നമ്മളെക്കാൾ നിറഞ്ഞ് വേറൊരാളുണ്ടെന്ന് അറിയുമ്പം പിന്നെ അവിടെ നിൽക്കാതിരിക്കുന്നത് നല്ലത്. നിങ്ങളുടെ കണ്ണ് നിറയുന്ന കേട്ടാ. ഹൃദയത്തിൽ ഒളിപ്പിച്ച ആളെ ഓർക്കുമ്പോൾ ആർക്കടെ കണ്ണറിയാത്തെ?